നിങ്ങളെപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇങ്ങനെ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് സ്വാർത്ഥതയെക്കുറിച്ച് പറയുകയാണെന്ന്. അത് എന്താണെന്ന് അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കും. ഒപ്പം ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആഗ്രഹവും വർദ്ധിക്കും. അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് ചിന്തിക്കും. നമ്മൾ എങ്ങനെ ലക്ഷ്യത്തിലെത്തും എന്നതിനെക്കുറിച്ചും ചിന്തിക്കും. എന്നാൽ ഇതിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഏകാന്തതയെ നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കും. ഒറ്റയ്ക്കിരുന്നൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ആസ്വദിച്ച് ശ്രദ്ധയോടെ ചെയ്യണമെങ്കിൽ പുറത്തുനിന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് കുറച്ച് സമയം നിങ്ങൾക്കായി മാറ്റിവെക്കൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടാകും. അത് നിങ്ങൾ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുകയും ആഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതിനോടൊപ്പം ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങളെ കാണാൻ പഠിപ്പിക്കും. ജീവിതത്തിനൊരു അർത്ഥമുണ്ട് എന്ന തോന്നലുണ്ടാകും. ഇവിടെ ഒറ്റയ്ക്ക് കുറച്ചു നേരം നിങ്ങൾക്കായി മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പേർ ഉണ്ടായിട്ടും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരും ഉണ്ടായിരിക്കും. അവർക്കായി നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തുക. ആദ്യം മനസ്സിൽ നിരാശയും വേദനയും കൊണ്ട് ഉള്ളുലയുന്നുണ്ടാകാം. എന്നാൽ അവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ. അല്ലാതെ നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാത്തവരെക്കുറിച്ച് നിങ്ങൾ എന്തിനു ചിന്തിക്കണം? എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യങ്ങളാണ് വലുത്. അല്ലാതെ നമ്മുടെ ലക്ഷ്യങ്ങൾ അവരോട് പറയുമ്പോൾ ആ ലക്ഷ്യത്തിന് എത്രത്തോളം വിലയുണ്ടോ അത് നൽകാൻ അവർക്ക് സാധിക്കില്ല. പകരം നിങ്ങൾക്കേ അതിന് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ നിങ്ങൾ യാഥാർത്ഥ്യമാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കും ജീവിതത്തിനൊരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.